Dear students, today we are going to discuss perquisites. Perquisites is defined as any casual emolument, fees, profit attached to an office or position in addition to salary or wages. Section 17 define perquisites or perks as any casual emoluments, fees, profit attached to an office or position in addition to salary or wages. സാലറിൻ്റെയും വേജസിൻ്റെയും കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഒരു ബെനിഫിറ്റാണ് എന്ത് പെർക്വിസിറ്റ്സ്. It is also referred as fringe benefit. The perquisites includes the following. The followings are the perquisites. First one, rent-free residential accommodation. Rent-free residential accommodation. നമ്മൾ എന്താണ് ഫ്രീ ആയിട്ട് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുക. ദെൻ വാല്യൂ ഓഫ് കൺസെഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് റെൻ്റ് ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ. റെസിഡൻഷ്യൽ അക്കോമഡേഷനിൽ നമ്മൾ റെൻറ്റിൽ എന്തെങ്കിലും കൺസെഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്. Then amount paid by an employer in respect of any obligation which otherwise would have been payable by the employee. അതായത് എംപ്ലോയി കൊടുക്കേണ്ടത് എന്തെങ്കിലും പേ ചെയ്യുക. അതായത് എംപ്ലോയി കൊടുക്കേണ്ടത് അതിൻ്റെ ഒബ്ലിഗേഷൻ, അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഒബ്ലിഗേഷൻ എംപ്ലോയിൻ്റെ ആണ്. പക്ഷേ എംപ്ലോയിക്ക് പകരം എംപ്ലോയറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ എമൗണ്ട് പേ ചെയ്യുന്നത് എംപ്ലോയറാണ്. അപ്പം അങ്ങനത്തെ കേസിൽ എന്താണ് ദാറ്റ് പേയ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് പെർക്വിസിറ്റ്സ്. Then any sum payable by the employer whether directly or through a fund other than RPF. RPF means recognized provident fund or approved superannuation fund or deposit linked insurance fund to effect an assurance on the life of the asset to effect a contract for annuity. അതായത് എംപ്ലോയിൻ്റെ ലൈഫിന് അഷുറൻസ് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഫണ്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ഈ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടോ അല്ലെങ്കിൽ ഒരു സൂപ്പർ ആനുവേഷൻ ഫണ്ടോ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഫണ്ടിലേക്ക് എംപ്ലോയർ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താണ് പെർക്വിസിറ്റ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. Then next, the value of any specified security or sweat equity shares allotted or transferred directly or indirectly by the employer or former employer free of cost or at concessional rate to the assessee. The value of any specified security or sweat equity shares allotted or transferred directly or indirectly by the employer or former employer free of cost or at concessional rate to the assessee. അസസ്സിക്ക് നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയർ കമ്പനിയുടെ ഷെയർ ഫ്രീ ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് പെർക്വിസിറ്റ്സ്. Then amount of any contribution to an approved superannuation fund by the employer in respect of the assessee to the extent it exceed ₹1,50,000. അതായത് സൂപ്പർ ആനുവേഷൻ ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ എംപ്ലോയിക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട്സാണ്. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ ബെനിഫിറ്റ് കിട്ടാനുള്ള ഫണ്ട്സാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫണ്ടിക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് എക്സീഡ് ₹1,50,000, അത് 1,50,000 എക്സീഡ് ചെയ്യാണ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എങ്കിൽ എന്താണ് അത് നമ്മൾ പെർക്വിസിറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതിനടുത്ത് വാല്യൂ ഓഫ് എനി ഫ്രിഞ്ച് ബെനിഫിറ്റ് ഗിവൺ ബൈ ദ എംപ്ലോയർ ടു എംപ്ലോയി. എംപ്ലോയിക്ക് കൊടുക്കുന്ന എല്ലാ ബെനിഫിറ്റ്സും ഫ്രിഞ്ച് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് എനി ഫ്രിഞ്ച് ബെനിഫിറ്റ് ഗിവൺ ബൈ ദ എംപ്ലോയർ ടു എംപ്ലോയി. Then types of perquisites. According to section 17 mainly 3 types of perquisites. First one, taxable in case of all employees. Then taxable in case of specified employees only. Then tax free perquisites. First എല്ലാ എംപ്ലോയീസിൻ്റെ കേസിലും ടാക്സബിൾ ആവുന്ന പെർക്വിസിറ്റ്സ്. Then
സ്പെസിഫൈഡ് എംപ്ലോയീസ് നമ്മൾ കുറച്ച് കണ്ടീഷൻ പറയും. ഇതിൻ്റെ കൂടെ പറയുന്നില്ല, നമ്മൾ ലേറ്റർ നമ്മൾ സ്പെസിഫൈഡ് എംപ്ലോയീസ് ആരാന്ന് പറയും. ദെൻ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്. ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ പെർക്വിസിറ്റ്സിൻ്റെ ടൈപ്സ് പറയുന്നത്. ദെൻ ടാക്സബിൾ പെർക്വിസിറ്റ്സ് ഇൻ ഓൾ കേസസ്. എല്ലാവരുടെ കേസിലും ടാക്സബിൾ ആവുന്ന പെർക്വിസിറ്റ്സ്. ഫസ്റ്റ് വൺ, വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഓർ അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റെൻറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, റെൻറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന അക്കോമഡേഷൻ അല്ലെങ്കിൽ അക്കോമഡേഷൻ കൺസെഷണൽ റെൻറ്റിൽ കൊടുക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ പറഞ്ഞു ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ് ഇൻ ഓൾ കേസസ്. ബട്ട് എക്സെപ്ഷൻ ഉണ്ട്. സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ജഡ്ജസിന്, പാർലമെൻറ്റിലെ ഒഫീഷ്യൽസിന്, യൂണിയൻ മിനിസ്റ്റേഴ്സിന്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, ഇവർക്കൊക്കെ എന്താണ് അതിൽ എക്സെപ്ഷൻ ഉണ്ട്. ഇവർക്കൊന്നും ടാക്സബിൾ അല്ല. ദെൻ ഈ ഒരു പർപ്പസിന്, വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ പർപ്പസിന് നമ്മൾ എംപ്ലോയീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി, അതർ എംപ്ലോയീസ്. നമ്മൾ പെർക്വിസിറ്റ്സിൻ്റെ കാൽക്കുലേഷനും വാല്യുവേഷനും വേണ്ടിയിട്ട് എംപ്ലോയീസിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ്, ദെൻ അതർ എംപ്ലോയീസ്. ദെൻ ഫസ്റ്റ് കണ്ടീഷൻ, അക്കോമഡേഷൻ ടു സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി. നമ്മൾ ഈ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിനാണ്. ദെൻ അവർക്ക് കൊടുക്കുന്ന അക്കോമഡേഷൻ അൺഫർണിഷ്ഡ് ആണ്. അൺഫർണിഷ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫർണിച്ചറൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് അക്കോമഡേഷൻ ടു സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി, ദെൻ അക്കോമഡേഷൻ ഈസ് അൺഫർണിഷ്ഡ് ആണെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്താണ്, it is equal to the license fee which would have been determined by the central or state government as per rules. അതായത് ആ റെസിഡൻഷ്യൽ അക്കോമഡേഷനുള്ള വാല്യൂ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ തീരുമാനിച്ചിട്ടുള്ള ഒരു ലൈസൻസ് ഫീ ആണ്. അതായത് അക്കോമഡേഷൻ അൺഫർണിഷ്ഡ് ആണ് ഗവൺമെൻറ് എംപ്ലോയിക്കാണെങ്കിൽ ലൈസൻസ് ഫീ ഡിറ്റർമൈൻഡ് ബൈ ദി ഗവൺമെൻറ്. ദെൻ വേർ അക്കോമഡേഷൻ ഈ അക്കോമഡേഷൻ ഫർണിഷ്ഡ് ആണെങ്കിൽ അപ്പോൾ എന്താണ്, വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ഈസ് ലൈസൻസ് ഫീ ആസ് ഡിറ്റർമൈൻഡ് ബൈ എബോവ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ള ആ ലൈസൻസ് ഫീ പ്ലസ് 10% ഓഫ് ദി കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. നമ്മൾ എത്ര രൂപൻ്റെ ഫർണിച്ചറാണോ അയാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ 10% പെർ ആനം നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ദെൻ ഈ ഫർണിച്ചർ ഈസ് ഹയേർഡ്. നമ്മളെന്താണ് അയാൾക്ക് കൊടുക്കുന്ന ഫർണിച്ചർ ഹയർ ചെയ്തതാണെങ്കിൽ, വാടക എടുത്തിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ലൈസൻസ് ഫീ പ്ലസ് നമ്മളത് നേരത്തെ പറഞ്ഞത് ആ ലൈസൻസ് ഫീ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ള ലൈസൻസ് ഫീ പ്ലസ് ആക്ച്വൽ ഹയർ ചാർജസ് പേയബിൾ. എത്രയാണോ നമ്മൾ ഫർണിച്ചറിന് വാടക കൊടുക്കുന്നത് ആ എമൗണ്ട്. ദെൻ അപ്പോൾ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ലൈസൻസ് ഫീ ഡിറ്റർമൈൻഡ് ബൈ ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. ദെൻ അക്കോമഡേഷൻ അൺഫർണിഷ്ഡ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഈ ലൈസൻസ് ഫീ മാത്രം. ദെൻ അക്കോമഡേഷൻ ഫർണിഷ്ഡ് ആണെങ്കിൽ ലൈസൻസ് ഫീ പ്ലസ് 10% ഓഫ് ഫർണിച്ചർ കോസ്റ്റ്. ദെൻ ഫർണിച്ചർ ഹയേർഡ് ആണെങ്കിൽ ലൈസൻസ് ഫീ പ്ലസ് ഫർണിച്ചർ ഹയർ ചാർജസ്. ദെൻ ഇങ്ങനെ നമ്മൾ വാല്യൂ ചെയ്യും, പെർക്വിസിറ്റ്സിന് ഇങ്ങനെ വാല്യൂ കണ്ടെത്തും. ദെൻ വി വാണ്ട് ടു ഡിഡക്ട് എനി ചാർജസ് പെയ്ഡ് ഓർ പേയബിൾ ഫോർ ദി സെയിം ബൈ ദി എംപ്ലോയി ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഇങ്ങനെ എംപ്ലോയർ കൊടുക്കുന്നതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എംപ്ലോയി ഇതിൻ്റെ ബേസിൽ എന്തെങ്കിലും എംപ്ലോയർക്ക് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ വാല്യൂ ഒന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യും. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ, വേർ ദി അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ടു പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസ് ഓർ അതർ എംപ്ലോയീസ്. അക്കോമഡേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിനാണ്, ഗവൺമെൻറ് എംപ്ലോയീസിനല്ല. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ, ദ അക്കോമഡേഷൻ അൺഫർണിഷ്ഡ് ആൻഡ് അക്കോമഡേഷൻ ഈസ് ഓൺ ബൈ ദി എംപ്ലോയർ. അതായത് അക്കോമഡേഷൻ എന്താണ്, അൺഫർണിഷ്ഡ് ആണ്. അൺഫർണിഷ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ഫർണിച്ചറൊന്നും പ്രൊവൈഡ് ചെയ്യില്ല. ദെൻ അക്കോമഡേഷൻ ഓൺഡ് ബൈ ദ എംപ്ലോയർ ഓണർഷിപ്പിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ, 15% ഓഫ് സാലറി ഇൻ സിറ്റീസ് ഹാവിംഗ് പോപ്പുലേഷൻ എക്സീഡിങ് 25 lakhs.
15% of salary in cities having population exceeding 25 lakhs. 25 ലക്ഷത്തിൻ്റെ മുകളിലാണ് ആ പിന്നെ എംപ്ലോയിൻ്റെ അക്കോമഡേഷൻ. 25 ലക്ഷം പോപ്പുലേഷൻ, 25 ലക്ഷത്തിൻ്റെ മുകളിൽ പോപ്പുലേഷൻ ഉള്ള സിറ്റിയിലാണ് എംപ്ലോയിൻ്റെ അക്കോമഡേഷൻ എങ്കിൽ 15% ഓഫ് സാലറി, 15%. Then 10% of salary having population exceeding 10 lakh but not exceeding 25 lakhs. Then ആ 10% സാലറിൻ്റെ 10% എടുക്കുക എങ്ങനത്തെ സിറ്റിയിലാണെന്ന് വെച്ചാൽ അവിടെ പോപ്പുലേഷൻ 25 ലക്ഷം ഇല്ല, ബട്ട് എന്താണ് 10 ലക്ഷത്തിൻ്റെ മുകളിലുണ്ട്. അങ്ങനത്തെ സിറ്റീസിലാണെങ്കിൽ 10% ഓഫ് സാലറി. ദെൻ അതർ കേസസിൽ 7.5% ഓഫ് സാലറി. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രൈവറ്റ് സെക്ടർ എംപ്ലോയിക്കുള്ള കണ്ടീഷനാണ്. അൺഫർണിഷ്ഡ് ആയിട്ടുള്ള അക്കോമഡേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ 15% ഓഫ് സാലറി ഇൻ സിറ്റീസ് ഹാവിങ് പോപ്പുലേഷൻ എക്സീഡിങ് 25 ലാക്സ്. 15% സാലറിൻ്റെ 15% എടുക്കും 25 ലക്ഷത്തിൻ്റെ മുകളിൽ പോപ്പുലേഷനുള്ള സിറ്റിയിലാണെങ്കിൽ. ദെൻ 10% ഓഫ് സാലറി ഇൻ സിറ്റീസ് ഹാവിങ് പോപ്പുലേഷൻ എക്സീഡിങ് 10 ലാക്സ് ബട്ട് നോട്ട് എക്സീഡിങ് 25 ലാക്സ്. 10 ലക്ഷത്തിൻ്റെ മുകളിൽ പോപ്പുലേഷൻ ഉണ്ട്, ബട്ട് 25 കൂടില്ല. അങ്ങനത്തെ ആണെങ്കിൽ 10%. ദെൻ 7.5% ഓഫ് സാലറി ഇൻ അതർ ഏരിയസ്. നമ്മൾ സാലറിൻ്റെ ബേസിൽ 15%, 10%, 7.5 ഇങ്ങനെ 3 കണ്ടീഷനാണുള്ളത്. ദെൻ ഇത് അൺഫർണിഷ്ഡ് ആണെങ്കിലാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ. ദെൻ വേർ ദി അക്കോമഡേഷൻ ഈസ് ഫർണിഷ്ഡ്. അക്കോമഡേഷൻ ഫർണിഷ്ഡ് ആണെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ഡിറ്റർമൈൻഡ് പ്ലസ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. അതായത് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ 3 കണ്ടീഷൻ പറഞ്ഞല്ലോ, 15%, ദെൻ 10%, ദെൻ 7.5%. ആ സിറ്റീൻ്റെ നാച്ചുറൽ അനുസരിച്ച് നമ്മൾ സാലറിൻ്റെ 15%, 10%, 7% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ നമ്മൾ ആഡ് ചെയ്യുക. ദെൻ ഇഫ് ദി ഫർണിച്ചർ ഈസ് ഹയേർഡ്, ഫർണിച്ചർ നമ്മൾ വാടകയ്ക്ക് എടുത്താണ് ഹയേർഡ് ആണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ആക്ച്വൽ ഹയർ ചാർജ് പേയബിൾ, എത്രയാണോ ഹയർ ചാർജ് പേയബിൾ ചെയ്യുന്നത് ആ എമൗണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു അക്കോമഡേഷൻ ഫർണിഷ്ഡ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ആ കണ്ടീഷൻ പ്രകാരം ഏത് സിറ്റിയിലാണോ എംപ്ലോയി ആ പ്രകാരം നമ്മൾ സാലറിൻ്റെ ഒരു പെർസെൻറ്റേജ് കാണുക. ദെൻ അതിൻ്റെ കൂടെ 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ആഡ് ചെയ്യുക. ദെൻ ഫർണിച്ചർ ഹയർ ചെയ്തതാണെങ്കിൽ ആക്ച്വൽ ഹയർ ചാർജസ്. ദെൻ ഇങ്ങനെയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ എന്തെങ്കിലും എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. അപ്പോഴാണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ആവുക. പിന്നെ എംപ്ലോയി പേ ചെയ്യുന്നില്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ അടുത്തൊരു കണ്ടീഷനാണ് വേർ ദ അക്കോമഡേഷൻ ഈസ് ടേക്കൺ ഓൺ ലീസ് ഓർ റെൻറ്റ് ബൈ ദി എംപ്ലോയർ. അക്കോമഡേഷൻ എന്താണ്, എംപ്ലോയർ ലീസിന് എടുക്കണം അല്ലെങ്കിൽ എന്താണ് എംപ്ലോയർ വാടകയ്ക്ക് എടുത്തതാണെങ്കിൽ അവിടെ ആക്ച്വൽ എമൗണ്ട് ഓഫ് ലീസ് ഓർ റെൻറ്റ് പെയ്ഡ് ഓർ പേയബിൾ ബൈ ദ എംപ്ലോയർ എത്രയാണോ എമൗണ്ട് പേ ചെയ്യുന്നത് അല്ലെങ്കിൽ 15% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്. 2 കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, ആക്ച്വൽ എമൗണ്ട് ഓഫ് ലീസ് ഓർ റെൻറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ, ദെൻ 15% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്. ഇതിൽ ആക്ച്വൽ എമൗണ്ട് പേ ചെയ്തതാണോ 15% ഓഫ് സാലറി ആണോ ചെറുത്, ഏതാണോ ചെറുത് അതായാണ് നമ്മൾ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. എംപ്ലോയർ ലീസിനോ റെൻറ്റിനോ എടുത്ത അക്കോമഡേഷൻ ആണെങ്കിൽ ആക്ച്വൽ എമൗണ്ട് പേയബിൾ ഓർ 15% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്. ദെൻ വാല്യൂ ഓഫ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ ഹോട്ടലിലാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഹോട്ടലിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ട്രാൻസ്ഫർ പർപ്പസിലൊക്കെയാണ് എംപ്ലോയിക്ക് ഹോട്ടലിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ വെർ ദ അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ഓൺ ഹിസ് ട്രാൻസ്ഫർ ഫ്രം one place to another and the period of accommodation in total is less than 15 days.
അതായത് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് വിത്ത് റിഗാർഡ് ടു ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയിന് ട്രാൻസ്ഫറിന് റിലേറ്റഡ് ആണ്. ദെൻ അക്കോമഡേഷൻ ഈസ് ലെസ് ദാൻ 15 ഡേ, 15 ദിവസത്തിൽ താഴെയാണ് ഹോട്ടലിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാല്യൂ നില്ലാണ്. വാല്യൂ നമ്മൾ എന്താണ്, വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് കൺസിഡർ ചെയ്യൂല. ദെൻ അല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യും, 24% ഓഫ് സാലറി ഫോർ ദ പീരിയഡ് ഓഫ് അക്കോമഡേഷൻ വിച്ച് ഈസ് പ്രൊവൈഡഡ് എംപ്ലോയി. അതായത് എംപ്ലോയി എത്ര ദിവസത്തിനാണോ നിന്നത് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, 24%, 24% ഓഫ് സാലറി ഓർ ആക്ച്വൽ പെയ്ഡ് വിച്ച് എവർ ഈസ് ലെസ്. ഒന്നെങ്കിൽ 24% ഓഫ് സാലറി അല്ലെങ്കിൽ എംപ്ലോയർ ആക്ച്വലി എത്രയാണോ ബില്ല് പേ ചെയ്തത് അതിൽ ഏതാണോ ചെറുത് അതാണ് നമ്മൾ വാല്യൂ ഓഫ് അക്കോമഡേഷനായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അക്കോമഡേഷൻ ഹോട്ടലിൽ പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ 15 ദിവസത്തിൽ താഴെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് 15 ദിവസത്തിൽ താഴെയാണെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് നില്ലാണ്. ദെൻ അതർ കേസസിലാണ് 24% ഓഫ് സാലറി ഓർ ആക്ച്വൽ പെയ്ഡ് വിച്ച് എവർ ഈസ് ലെസ്. Then accommodation is provided at site. Then accommodation is provided at site. സൈറ്റിൽ നമ്മൾ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യണം. അത് ടെമ്പററി നേച്ചറാണ്. ദെൻ നമ്മൾ ലോക്കൽ ലിമിറ്റ്സ് എന്നൊക്കെ ഒരു 8 കിലോമീറ്റർ അവേ ദൂരത്താണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അങ്ങനെ 8 കിലോമീറ്റർ ദൂരമാണെങ്കിൽ, ദെൻ റിമോട്ട് ഏരിയയിലൊക്കെ ആണെങ്കിൽ എന്താണ്, അക്കോമഡേഷൻ വാല്യൂ ഓഫ് അക്കോമഡേഷൻ ഈസ് നിൽ. നമ്മളെന്താണ് വാല്യൂ ഓഫ് അക്കോമഡേഷൻ അവിടെ കൺസിഡർ ചെയ്യുന്നതല്ല. ദ നെക്സ്റ്റ് കണ്ടീഷൻ, അക്കോമഡേഷൻ പ്രൊവൈഡഡ് അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ. അതായത് ട്രാൻസ്ഫറിൻ്റെ ടൈമിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അതായത് എ പേഴ്സൺ ഹു ഈസ് ട്രാൻസ്ഫേർഡ് ടു അനദർ പ്ലേസ് ആൻഡ് ഈസ് പ്രൊവൈഡഡ് ആൻ അക്കോമഡേഷൻ ഇൻ ന്യൂ പ്ലേസ് and he also have accommodation in old place, then lower value of accommodation is treated as taxable perk. അതായത് ഒരു പേഴ്സൺ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് എന്താവും, ഓൾഡ് പ്ലേസ് വിടാനുള്ളൊരു ഗ്യാപ്പ് വേണ്ടി വരും, ന്യൂ പ്ലേസിൽ ഒരു അക്കോമഡേഷൻ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കേസിൽ ഏത് വാല്യൂ ആണോ ചെറുത്, ഏത് വീടിൻ്റെ വാല്യൂ ആണോ ലോവർ വാല്യൂ, അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആയിട്ട് കണക്കാക്കാം. ദെൻ ഇഫ് സച്ച് അക്കോമഡേഷൻ ഈസ് റീറ്റേൺ ബൈ ദ എംപ്ലോയി ഫോർ മോർ ദാൻ 3 months, വാല്യൂ ഓഫ് ബോത്ത് സച്ച് ഹൗസ് ഈസ് ടാക്സബിൾ. അതായത് ആ അക്കോമഡേഷൻ 3 മാസത്തിന് അധികം എംപ്ലോയി റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 2 വീടിൻ്റെയും വാല്യൂ ടാക്സബിളാണ്. അതായത് ഒരാൾ ഒരു പ്ലേസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരു പ്ലേസിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 2 സ്ഥലത്ത് എന്താണ്, വീടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഏത് വീടിൻ്റെ വാല്യൂ ആണോ ഏറ്റവും ചെറുത് അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ടാക്സബിൾ പെർക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിന് 3 മാസത്തിന് ശേഷം അയാൾ 2 വീടും റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 2ൻ്റെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, ടാക്സബിളായിട്ട് കൺസിഡർ ചെയ്യും. ഒരു പരിധി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം, ശരിക്കും ഒഴിവാക്കണം. പക്ഷെ 3 മാസം കഴിഞ്ഞിട്ട് എന്താണ്, അയാൾ ഇത് 2 വീട് റീറ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ 2ൻ്റെ വാല്യൂ നമ്മൾ ടാക്സബിൾ ആക്കും. ദെൻ നമ്മൾ ഇവിടേക്ക് സാലറീൻ്റെ 15%, സാലറിൻ്റെ 10% എന്ന് പറഞ്ഞു. ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ പെർക്വിസിറ്റ്സിൻ്റെ കാൽക്കുലേഷന് സാലറി നമ്മൾ HR കാൽക്കുലേഷൻ സാലറി എന്ന് വേറൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു, ബേസിക് സാലറി, ദെൻ DP, ദെൻ കമ്മീഷൻ ഓൺ ടേൺ ഓവർ എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ പെർക്വിസിറ്റ്സിൻ്റെ കേസിൽ സാലറി എന്ന് പറയുമ്പോൾ ബേസിക് സാലറി, ഡിയർനെസ് പേ, ബോണസ്, കമ്മീഷൻ, ഫീസ്, all taxable allowance and all monetary payment which is chargeable to tax. Basic salary, dearness pay, bonus, commission, fees, all taxable allowance and all monetary payment which is chargeable to tax. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, സാലറിക്ക് വേണ്ടി കൺസിഡർ ചെയ്യും. ദെൻ സാലറി ഡസ് നോട്ട് ഇൻക്ലൂഡ്, അതായത് DA വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിന് കൺസിഡർ ചെയ്യാത്ത DA. ദെൻ അലവൻസസ് വിച്ച് ആർ എക്സെംപ്റ്റ് ഫ്രം ടാക്സിൽ നിന്ന് എക്സെംപ്റ്റ് ആയിട്ടുള്ള അലവൻസസ്. ദെൻ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് അണ്ടർ സെക്ഷൻ 17(2), വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യൂല. ദെൻ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു PF, എംപ്ലോയറുടെ
കോൺട്രിബ്യൂഷൻ ടു പി എഫ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ദെൻ ലംസം പേയ്മെൻറ്റ് ഓൺ റിട്ടയർമെൻറ്റ് ടൈമിൽ ലംസം പേയ്മെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യില്ല, പെർക്വിസിറ്റ്സിൻ്റെ കേസിലുള്ള സാലറിയിൽ നമ്മൾ ആഡ് ചെയ്യുന്നതല്ല.